ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ജെനി ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ആ സിനിമയെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. അറിയാലോ, നാളെ വൈകുന്നേരം 5 മണിക്കാണ് ഇതിന്റെ ട്രെയിലർ വരുന്നത് കേട്ടോ. ഒഫീഷ്യൽ ട്രെയിലർ വരുന്നത് 5 മണിക്ക് തന്നെയല്ലേ? ട്രെയിലർ ഫ്രം ടുമോറോ അറ്റ് 5 PM. അതെ, 5 മണിക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള, ആ ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള വളരെയധികം എക്സൈറ്റ്മെന്റും ഒരു എന്താ പറയാ, അത് എന്തായിരിക്കും എന്ന് അറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പേഴ്സണലി എന്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്, അത് ഒരു 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 പോസ്റ്റർ വന്നിരിക്കുകയാണ്. നാളത്തെ 5 മണിയുടെ ട്രെയിലർ വരും എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ആണ്, ഡേറ്റും ടൈമും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധനമാണ് തന്നിരിക്കുന്നത്, ഒരു പോസ്റ്റർ. എടാ, ഇങ്ങനത്തെ സാധനമൊക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ടാണോ ഇവർ ഇങ്ങനെ പിടിച്ച് എന്താ പറയാ, ഇതുവരെ ഇങ്ങനെ ലോക്കൽ സാധനം തന്നുകൊണ്ടിരുന്നത്? ഇതാണ് സംഗതി. ഒറ്റ കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി ഫാൻ മെയ്ഡ് ആണോ, ഇനി ഏതെങ്കിലും ഫാൻസ് താല്പര്യപൂർവ്വം ചെയ്താണോ നോക്കി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ വെങ്കട് പ്രഭു ഇതിട്ടതായിട്ട് കണ്ടില്ല. പിന്നെ നോക്കിയപ്പോൾ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒഫീഷ്യൽ എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. AGS എന്റർടൈൻമെന്റ്സിൽ വന്നിട്ടുണ്ട്. അർച്ചന കൽപ്പാത്തി ഇട്ടിട്ടുണ്ട്. സോ എന്നിട്ടാണ് എനിക്കൊന്ന് സമാധാനമായത്. ഇത് നോക്ക്, എന്തൊരു കിടിലൻ സാധനമാണ്. സൈഫൈ മൂവിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അത്തരത്തിലൊരു സൈഫൈ മൂവി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അത്തരത്തിലൊരു ക്വാളിറ്റിയോ സംഭവങ്ങളൊന്നും യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റിലും കാണാനില്ല. പിന്നെ എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആർമി പോലത്തെ വേഷങ്ങളിൽ ഇവരൊരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ്. സോ അത് അവരുടെ യൂണിഫോമിൽ ആ ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട് കുറെ തോക്കും പിടിച്ചിരിക്കണതും പിന്നെ വിസിൽ പോഡ് പോലത്തെ സോങ്ങും അതിന്റെ ഇടയിൽ വന്നിട്ടുള്ള അമൽ ഡേവിസ് എന്ന് പറഞ്ഞ കളിയാക്കലും, ഇങ്ങനെ കുറെ സാധനം വന്നപ്പോൾ സത്യം പറഞ്ഞ മനസ്സ് തകർന്നിരിക്കുന്നു. പിന്നീട് മെല്ലെ മെല്ലെ ഹൈപ്പ് കൂടി 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 വന്നു. ആൻഡ് ഫൈനലി ഈ സാധനം കണ്ടപ്പോൾ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു നല്ല ഏതെങ്കിലും ഒരു ഫാൻ, കാരണം ഫാൻ മെയ്ഡ് പോസ്റ്ററാണ് നല്ലത് വന്നിട്ടുള്ളത്. അവർ ഏതോ സിനിമയിൽ ഏത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തതാണോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ സൂം ചെയ്ത് നോക്കിയപ്പോ തളപതിയുടെ മുഖത്തിലെ റിയാക്ഷൻ അത് വേറെ എവിടെ ഇപ്പൊ ഉള്ളത്, ഇത്തരത്തിലുള്ള സാധനം എവിടെയും കണ്ടതായിട്ടില്ല. അല്ല. അപ്പോ അപ്പൊ വീണ്ടും അങ്ങനെ നോക്കിയപ്പോ ഇത് ഒരു പക്ക സാധനം പോലെ ഫീൽ ചെയ്തു. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ അർച്ചന കൽപ്പതയുടെ പോസ്റ്റോട് കണ്ടോടി സമാധാനമായി, സമാധാനമായി എന്ന് പറഞ്ഞത് അപ്പോഴാണ്. എന്തായാലും ലോക്ക്ഡ് ഇൻ, ലോഡഡ് അപ്പ്, ടാർഗറ്റ്സ് സെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത് കിഡിലൻ പോസ്റ്റർ, ഒന്നും പറയില്ല. ഇത് ഗംഭീര പോസ്റ്റർ എന്നേ പറയാനുള്ളൂ. നല്ലൊരു സാധനം വന്നത് ആക്ച്വലി ഇപ്പോഴാണ്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ട്രെയിലർ ടുമോറോ 5 PM. ഇവിടെ ഏതോ ഒരു ഗ്ലാസ്സിലുള്ള ഒരു സംഭവം ഇങ്ങനെ തല തിരിച്ചു പിടിച്ചൊക്കെ നോക്കണം. അതായത് നമുക്ക് അവിടെ റിഫ്ലക്ഷൻ പോലെ കാണാൻ കഴിയുന്ന കുറെ ബിൽഡിംഗ് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ ചവിട്ടി മുകളിലേക്ക് കയറുക അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുക. ഇതിന്റെ എന്തൊരു സാധനമാണ്, ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങണതൊക്കെ ആയിരിക്കാം. ഈ അരയിലൂടെ മറ്റേ ചെയിനും കയറും റോപ്പൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് തളപതിയുടെ ലുക്ക്, അത് വേഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഒരു ഒരു സാഹസികമായ, ഇപ്പൊ ഏതെങ്കിലും എന്താ പറയാ ഗൺ ഷോട്ട് പരിപാടികളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ഒരു എന്താ പറയാ ചേസിങ് സീനോ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിൽ ഈ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡോ അല്ലെങ്കിൽ പോലീസുകാരോ പട്ടാളക്കാരൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു ജാക്കറ്റും പരിപാടികളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ കാണുന്ന റൗണ്ട്, ഇതെന്താ സംഗതി എനിക്ക് മനസ്സിലായില്ല. അറിയുന്നവർ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തി ഇതെന്താ പരിപാടി എനിക്ക് മനസ്സിലായില്ല. ഒരു ഷീൽഡ് പോലൊരു സംഭവം, അത് ഇനി ഗ്ലാസ്സിൽ പിടിക്കുന്ന എന്തെങ്കിലും സാധനമാണോ അതെനിക്ക് മനസ്സിലായില്ല. ഗ്ലാസ് എങ്ങാനും അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന്റെ സംഭവമാണോ എന്നറിയില്ല. എന്തായാലും ഫോണ് മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ മുകളിൽ ആരുടെങ്കിലും എന്തെങ്കിലും ഈ വാക്കി ടോക്കി പോലെ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളിലോ, വാക്കി ടോക്കി ഞാൻ സാധ്യതയില്ല, കയ്യിൽ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇത് ചെവിയിൽ ഫോൺ പോലെ തന്നെ വെച്ചത്, എന്തെങ്കിലും ഇയർപോഡോ അങ്ങനെ പോലെ എന്തെങ്കിലും സാധനം ആയിരിക്കാം. ആൻഡ് വിയറിങ് ഗ്ലാസസ് അല്ലേ, ഇങ്ങനെ അത് പക്ഷേ നോർമൽ കാഴ്ചക്ക് ഇടുന്ന ഗ്ലാസ് അല്ല, ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇട്ടുള്ള ഒരു ഗ്ലാസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഭയങ്കരമായിട്ടുള്ള ഒറിജിനാലിറ്റി ഈ സാധനത്തിന് ഫീൽ ചെയ്യുന്നത്. അതന്നെ വലിയൊരു കാര്യം. എവിടെയും വേറൊരു ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് കമന്റ് പറയാനുള്ള ഒരു സാധനം ഇതിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി യെസ്, ഇതൊരു സൈഫൈ മൂവിയാണ് എന്നുള്ള ഒരു തോന്നൽ. ഒരു പക്ഷേ ഇത് ഗ്ലാസ് ആണെന്ന് എനിക്കറിയില്ല, എന്തോ കാണുമ്പോൾ പെട്ടെന്ന് അത്തരത്തിലുള്ളൊരു ഫീല് വരുന്നുണ്ട്. മറ്റൊരു ലോകവും ഇദ്ദേഹത്തിന്റെ ചെറുപ്പവും, ഇത് സംതിങ് നമുക്ക് വർത്താണ്. വർത്ത് വർമ്മ വർത്ത് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സാധനമാണെന്ന് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തണം. കാരണം എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് തലപതി ആരാധകരാണെങ്കിൽ ഇതുവരെ തന്നെ അപ്ഡേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഗംഭീര അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് കൂടെ ഇതിന്റെ കൂടെ പറയേണ്ടതുണ്ട്. അതായത് ഇത് ചരിത്രം എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് പല സ്ഥലത്തും വന്നിട്ട്. മോളിവുഡിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം ഞാൻ തമിഴ് പല മാധ്യമങ്ങളിലൊക്കെ സെർച്ച് ചെയ്തിരുന്നു. സംഭവം ഉള്ളത് തന്നെയാണ്.
അതായത് തമിഴ് സിനിമയിൽ ഇതാദ്യമായി വിജയ് സിനിമ ഗോട്ട് തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളിലും സെപ്റ്റംബർ 5 പ്രദർശിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാർത്ത, തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളിലും ചിത്രം സെപ്റ്റംബർ 5 പ്രദർശനം ആരംഭിക്കും. ചിത്രത്തിന്റെ തമിഴ്നാട്ടിലെ വിതരണക്കാരായ റോമിയോ പിക്ചേഴ്സിന്റെ പ്രതിനിധിയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് എന്ന് പറഞ്ഞു. പല തമിഴ് ചാനലുകളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുവരെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ മുഴുവൻ തിയേറ്ററിലും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ മാത്രമല്ല ഒരാളുടെയും സിനിമകൾ അങ്ങനെ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ചരിത്രപരമായി ആദ്യമായിട്ടാണ് ഒരു സിനിമ മുഴുവൻ തിയേറ്ററിലും, അതായത് തമിഴ്നാട്ടിലെ മുഴുവൻ ഈച്ച് ആൻഡ് എവറി തിയേറ്റർ ഇത് പ്രദർശിപ്പിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഗംഭീര പരിപാടിയാക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമ എന്നുള്ള ആ സമയത്ത് ഫിക്സ് ചെയ്തതായിരിക്കാം. പക്ഷെ ലാസ്റ്റ് സിനിമ അല്ല, ഉറപ്പാണ്. അതും വാർത്തയായിട്ട് വന്നതാണ്. ഇനി പല ആളുകളും ചോദിച്ചിട്ടുള്ള, എന്റെ കഴിഞ്ഞ വീടിന്റെ താഴെ ഒരു കമന്റിലും വന്നിട്ടുള്ള, എന്റെ ഇത് മുമ്പ് ഭയങ്കരമായിട്ട് എന്താ പറയാ വിവാദമായിരുന്ന ഒരു സംഭവം, വിവാദം എന്ന് പറയാൻ പറ്റില്ല, റൂമർ, വലിയൊരു റൂമർ. അതായത് MS ധോണി, തല ധോണി ഇതിൽ ഒരു ക്യാമിയോ റോള് അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം. പക്ഷെ ഒഫീഷ്യലി യാതൊരു അപ്ഡേറ്റിലും വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ജസ്റ്റ് ഗൂഗിൾ MS ധോണി ക്യാമിയോ ഇൻ ഗോട്ട് മൂവി എന്ന് അടിച്ചാൽ വരുന്നൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ഇവിടെ വെക്കാം. നിങ്ങൾ അടിച്ചാലും തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ വന്നാണ്. MS ധോണി മേക്സ് എ ക്യാമിയോ അപ്പിയറൻസ് ഇൻ വിജയ്സ് മൂവി ഗോട്ട്. It's likely to generate significant excitement among fans. Given Dhoni's popularity and charisma, his cameo could add value to the film and potentially attract a wider audience, especially among cricket enthusiasts. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന്റെ ക്യാമിയോ ഇതിൽ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ മാറ്റം സൃഷ്ടിക്കും. പക്ഷെ പടം വിജയിക്കണമെങ്കിൽ പുള്ളിക്കാരൻ വരണം എടേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റ് കണ്ടു. മണ്ടത്തരം, പൊട്ടത്തരം എന്ന് മാത്രമാണ് പറയുന്നത്. വിജയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പുള്ളി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു രസമല്ലേ, കണ്ടിരിക്കാം. പുള്ളിക്കാരനുള്ള ഫാൻസും ഭയങ്കരമാണല്ലോ. തല ധോണി തലപതി വിജയും ചേർന്നാൽ വമ്പൻ പടിവാനിരിക്കുന്നു വിശ്വസിക്കുന്നു. ആൻഡ് NP ജയരാമൻ എന്ന് പറഞ്ഞിട്ട് 2024 April 3 അന്ന് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റും ഉണ്ട് താഴെ. ഇൻ എ quirky twist, MS Dhoni fans will soon see their favorite cricketer trying his hand at acting on the silver screen. Celebrated cricketer MS Dhoni is all set to make a cameo appearance in the highly anticipated Hollywood movie The Greatest of All Time, GOAT, starring തലപതി വിജയ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് കൂടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് വാർത്തകൾ കേൾക്കുന്നത്. അതായത് പല ആളുകളും ഹൈപ്പില്ല ഇത് കയ്യിന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരു മറുപടി എന്നോണം കിടിലൻ അപ്ഡേറ്റുകൾ വരുന്നു, ട്രെയിലറിന്റെ പോസ്റ്റർ വരുന്നു. നാളെ ട്രെയിലറുടെ കൂടെ കിടുവായ വേറെ ലെവലിലേക്ക് സാധനം പോകും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ആൻഡ് MS ധോണിയുടെ സാധനങ്ങൾ കേൾക്കുന്നു. അങ്ങനെ ഹൈപ്പിന് ഇപ്പൊ യാതൊരു പഞ്ഞവും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. തലപതി ഈസ് ഓൾവേസ് തലപതി. എത്ര ഡൗൺ ആയി പോയി കഴിഞ്ഞാലും ഒരു ടൈമിൽ മറ്റേ ധനുഷ് പറഞ്ഞ ഒരു നാൾ അത് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് ലെവലും ഒക്കെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും വളരെയധികം എക്സൈറ്റഡ് ആണ്. നാളെ 5 മണിക്ക് വേണ്ടി വല്ലാത്തൊരു ആവേശത്തിലാണ് കാത്തിരിക്കുന്നത്. എന്നെ പോലെ വളരെ ആവേശത്തോടു കൂടി നാളത്തെ ട്രെയിലറിന് കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റിൽ തീർച്ചയായിട്ടും മറക്കാതെ രേഖപ്പെടുത്തുക. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.